നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം PC ജോർജിനെ കുറിച്ചാണ്. PC ജോർജിന്റെ പരാജയവും PC ജോർജിനെ രാഷ്ട്രീയത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യാനായിട്ട് നടത്തുന്ന ശ്രമങ്ങളും ഒക്കെ നമ്മൾ കാണാതെ പോകരുത്. ഇരട്ടുപെട്ടക്കാരുമായി നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന മനുഷ്യൻ എങ്ങനെയാണ് അവരുടെ ശത്രുവായത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ അറിയാവുന്ന ആള് തന്നെയാണ് നമ്മുടെ ചർച്ചയ്ക്കുള്ളത്. നമ്മുടെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള സോണി കല്ലറയ്ക്കലാണ്. സോണി, നമസ്കാരം. നമസ്കാരം. സോണി, PC ജോർജിനെ ഇന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗമാണ് ഇപ്പം നമ്മളിപ്പം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എന്താണ് മനസ്സിലൂടെ ഓടിപ്പോയത്? അദ്ദേഹം വർഗീയ പ്രസംഗം നടത്തിയോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, അത് നിയമത്തിന്റെ വഴിയെ പോകട്ടെ. പക്ഷെ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് ഒതുക്കി ഒരു മൂലക്കിരുത്താൻ പറ്റുന്ന ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം പല നേതാക്കന്മാരും അദ്ദേഹത്തിന്റെ തോളിൽ ചവിട്ടിയാണ് വലിയ വലിയ സ്ഥാനങ്ങൾ അലങ്കരിച്ചിരിക്കുന്നത്. പക്ഷെ വഞ്ചിക്കപ്പെട്ടത് PC ജോർജ് ആണെന്നുള്ളതാണ് സത്യം. എന്തിനാ നമ്മുടെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ വരെ LDF എല്ലാവരും അദ്ദേഹത്തെ, ഘടകകക്ഷികൾ പോലും അദ്ദേഹത്തെ ഒരു കാലത്ത് എതിർത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് പോലും അദ്ദേഹത്തിന് PC ജോർജ് LDF ലായിരുന്നപ്പോൾ ഏറ്റവും അധികം VS അച്യുതാനന്ദനാണ്. ആ VS അച്യുതാനന്ദൻ പിന്നീട് മുഖ്യമന്ത്രി ആയപ്പോൾ PC ജോർജിനെ തഴയുന്ന ഒരു സമീപനമാണ് VS അച്യുതാനന്ദൻ സ്വീകരിച്ചത്. KM മാണിയെ പോലും P ജോസഫ് അല്ല ആദ്യകാലം KM മാണി എടുത്തി എന്നത്. KM മാണിയായിട്ട് ലയിച്ച് PC ജോർജ് UDF എത്തുക ചെയ്തു. അതിനുശേഷം ആണ് വർഷങ്ങളോളം LDF ലായിരുന്ന PJ ജോസഫ് KM മാണിയുമായിട്ട് ചേർന്ന് കേരള കോൺഗ്രസ് എമ്മിൽ ലയിക്കുന്നതും വലിയ ശക്തിയായി മാറുന്നു ഒക്കെ. പക്ഷെ അപ്പോഴും PC ജോർജ് KM മാണി സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് മന്ത്രിസഭ, UDF മന്ത്രിസഭ അധികാരം ഏറ്റപ്പോഴത്തേക്കിന് KM മാണി സാറ് PC ജോർജിനെ പിന്തുണയ്ക്കുന്ന നയമല്ല സ്വീകരിച്ചത്, PJ ജോസഫിനെ പിന്തുണയ്ക്കുന്ന നയമാണ് സ്വീകരിച്ചത്. കാരണം നമുക്കറിയാം, PJ ജോസഫ് LDF ലായിരുന്നപ്പോഴത്തേന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട സംഗതിയൊക്കെ അറിയാം. നമ്മൾ വിമാന വിവാദവും സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വെച്ച് PJ ജോസഫിന് അന്ന് മന്ത്രിസഭയിൽ രാജിവെക്കേണ്ട വന്നു. പിന്നെ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു കയറി LDF-ലെത്തിയ PJ ജോസഫിനെ തിരികെ KM മാണി കേരള കോൺഗ്രസ് കൊണ്ട് MB ലയിപ്പിക്കുകയായിരുന്നു. ഇപ്പൊ പിന്തുടർച്ച അവകാശികളില്ല. തന്റെ മകൻ ജോസ് കെ മാണിക്ക് എല്ലാവിധ പിന്തുണയും. PJ ജോസഫിന് പിന്തുടർച്ച അവകാശികൾ ഇല്ലാത്തതുകൊണ്ട് ആ രാഷ്ട്രീയം കൂടെ മകന്റെ പിന്നിൽ നിൽക്കട്ടെ എന്ന് കരുതിയോ? നിൽക്കട്ടെ എന്ന് കരുതി. അങ്ങനെ PJ ജോസഫ് കൂടെ വന്നു കഴിഞ്ഞാൽ വലിയൊരു കേരള കോൺഗ്രസ് ആകും. അങ്ങനെ UDF-നകത്ത് ബാർഗിൻ ചെയ്യാം, അല്ലെങ്കിൽ LDF-നകത്ത് ബാർഗിൻ ചെയ്യാം എന്നൊരു കാഴ്ചപ്പാടായിരുന്നു KM മാണി സാർ. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മോനും അദ്ദേഹത്തിന്റെ പാർട്ടി എവിടെ നിൽക്കുന്നു, ഏറ്റവും വലിയ തലവേദനയായിട്ട് PJ ജോസഫ് മാറി. പക്ഷെ ആ ജോസഫ് വരുന്നതിനെ ഏറ്റവും കൂടുതൽ എതിർത്തതും മാനസികമായി എതിർത്ത PC ജോർജാണ്. PC ജോർജ് എന്ന് നിശബ്ദനായിട്ട് നിന്നു. പക്ഷെ പിന്നീട് തെരഞ്ഞെടുപ്പ് വന്ന് UDF അധികാരത്തിൽ ഇറങ്ങിയപ്പം PC ജോർജിനെ പരിഗണിക്കാൻ, മന്ത്രിസ്ഥാനത്തേക്ക് പോലും പരിഗണിക്കാനായിട്ട് മാണി സാർ തയ്യാറായില്ല. പകരം PJ ജോസഫിനെ പിന്തുണയ്ക്കാനാണ് ശ്രമിച്ചത്. പിന്നീട് വന്ന കാര്യങ്ങളാണ് ഈ ബാർ കോഴിയും അനുബന്ധ പ്രശ്നങ്ങളും ഒക്കെ. അത് നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഉമ്മൻചാണ്ടിയെ തന്നെ, ഉമ്മൻചാണ്ടിയുടെ രക്ഷകനായിട്ട് ഒരിക്കൽ അവതരിപ്പിച്ചത് PC ജോർജ് തന്നെയായിരുന്നു. കേവലം 72 MLA-മാരുടെ ന്യൂനപക്ഷ സർക്കാരിനെ ഒരു MLA-മാരെയും കൂടെ രാജിവെപ്പിച്ചിട്ട് നെയ്യാറ്റിൻകര വീണ്ടും മത്സരിപ്പിച്ച് R സെൽവരാജിനെ തിരിച്ച് നെയ്യാറ്റിൻകര MLA UDF-ലേക്ക് എത്തിച്ചത്, മെമ്പർഷിപ്പ് കൊടുത്തിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നെയ്യാറ്റിൻകര വരാൻ താല്പര്യം എടുപ്പിച്ചത് PC ജോർജ് തന്നെയായിരുന്നു. അങ്ങനെയാണ് ഒരു MLA കൂടെ ഭൂരിപക്ഷം ഉമ്മൻചാണ്ടി സർക്കാരിന് ഉണ്ടാക്കി കൊടുത്തത്. ബാർക്കോഴ വിഭാഗത്തിൽ KM മാണിയുമായിട്ട് PC ജോർജ് തെറ്റിയപ്പോൾ ഈ ഉമ്മൻചാണ്ടി പിന്തുണച്ചത് KM മാണിയാണ്. അപ്പം PC ജോർജ് ആരെയൊക്കെ സഹായിച്ചോ അവരാൽ പിന്നീട് PC ജോർജ് വഞ്ചിക്കപ്പെടുന്നതാണ് കാണുന്നത്. ആദ്യം അച്യുതാനന്ദനുമായിട്ട് കാട്ടിലേക്ക് പോയിട്ട് കഞ്ചാവ് വേട്ട നടത്തുന്ന ഒരു രംഗമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. മനോരമയിലൊക്കെ അടിച്ചു വന്നിരുന്ന. അപ്പോൾ അവർ ഒന്നിച്ച് യാത്ര ചെയ്ത് മുന്നിൽ തന്നെ PC ജോർജ് അച്യുതാനന്ദനോടൊപ്പം ഇങ്ങനെ നടന്നുപോയി ഈ കാടുകളിൽ ചെന്ന് ഇത് കണ്ടുപിടിച്ച് അത് നശിപ്പിച്ച് തിരിച്ചു വരുന്ന, അങ്ങനെ വീരപരിവേഷം അച്യുതാനന്ദൻ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു PC ജോർജ് ഉണ്ടായിരുന്നത്. പക്ഷേ PC ജോർജിനെ അദ്ദേഹം ഏതെങ്കിലും വിധത്തിൽ സഹായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാലില്ല. അത് അച്യുതാനന്ദൻ്റെ ജീവിതത്തിന് മൊത്തം നോക്കുമ്പോൾ അറിയാം. കൂടെ നിന്നവരെ ഒന്നും സഹായിച്ച ചരിത്രം പുള്ളിക്കില്ല എന്ന് മാത്രമല്ല, അധികാരം പോയപ്പോൾ ഒരു പ്രത്യേക വകുപ്പ് ഉണ്ടാക്കി അതിൻ്റെ അധിപനായിട്ട് പുള്ളി ആ സുഖങ്ങൾ പറ്റിയിരിക്കുക എന്നുള്ളതുകൂടെ ചെയ്തു. ആ സമയത്തൊക്കെ കൂടെ നിന്നവർ എവിടെ പോയി എന്നോ അവർക്ക് എങ്ങനെയാണ് എന്ന് പോലും ചിന്തിച്ചിട്ടില്ല. മൂന്നാറിൽ പോയിട്ടുള്ള കറുത്ത പൂച്ചയും വെളുത്ത പൂച്ചയൊക്കെ എവിടെ പോയി? അവരൊക്കെ പിന്നീട് അനുഭവിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പിന്നെ അവർക്കൊക്കെ പശ്ചാത്തപിക്കേണ്ടി വന്നു. അക്കൂട്ടത്തിൽ അത് PC ജോർജ് നേരിട്ട ആദ്യത്തെ അനുഭവം അതാണെങ്കിൽ, പിന്നെ ഇങ്ങോട്ട് ഉമ്മൻചാണ്ടിയെ സഹായിക്കുന്നു. ആ സഹായം നേടിയതിനു ശേഷം ഉമ്മൻചാണ്ടി തിരിച്ച് ഒരു സഹായം ചെയ്യാതിരിക്കുന്നു. മാണിയെ സഹായിക്കുന്നു, ജോസഫിനെ സഹായിക്കുന്നു. ഇവരെല്ലാം തിരിഞ്ഞുകുത്തി ഒരു രാഷ്ട്രീയത്തിനും LDF-ലും UDF-ലും കയറാൻ പറ്റാത്ത അവസ്ഥ വന്ന് അദ്ദേഹത്തിന് BJP ആശ്രയിക്കേണ്ടി വന്നു. എന്നാൽ ഈ BJP ആശ്രയിച്ച് BJP-ക്കാർ പോലും അദ്ദേഹത്തോട് നന്മയാണോ ചെയ്തത്? സോണി, അതിന്റെ അവിടുത്തെ ആ ഒരു ചരിത്രം പറയൂ. BJP-യിൽ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന് വളർച്ചയോ തളർച്ചയോ? ഇല്ല, BJP-യിൽ എത്തിയതിനു ശേഷം PC ജോർജിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ BJP ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം അത് PC ജോർജിന് കൂടുതൽ തളർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അച്യുതാനന്ദന്റെ കാര്യം തന്നെ പറഞ്ഞു. അച്യുതാനന്ദനെ ഏറ്റവും അധികം പിന്തുണച്ചതിന്റെ പേരിൽ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുന്നതിനൊക്കെ മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് വരുമെന്ന് പോലും ആർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് പോലും PC ജോർജ് LDF-ന്റെ ഘടകകക്ഷിയായിട്ട് നിന്നുകൊണ്ട്, ഘടകകക്ഷി നേതാവായിട്ട് നിന്നുകൊണ്ട്
ആ സമയത്ത് ജോസഫ് ഗ്രൂപ്പ് LDFന്റെ ഘടകകക്ഷിയായിട്ടിരുന്ന ജോസഫ് ഗ്രൂപ്പ് മൂവാറ്റുപുഴ സീറ്റിന് വേണ്ടി പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ലോക്സഭാ സീറ്റിന് വേണ്ടി വാദിച്ചാണ് UDF സീറ്റ് കിട്ടാതെ വന്നപ്പോഴാണ് UDF നിന്ന് പുറത്തു പോകുന്നത്, LDFന്റെ ഘടകകക്ഷിയാവുന്നത്. പിന്നെ ഇടുക്കിയിൽ മത്സരിക്കുന്നത്. ഈ ജോസഫ് ഗ്രൂപ്പ് തന്നെ പിന്നീട് UDFിലേക്ക് ചേക്കാറാൻ മാണിയുമായിട്ട് ലയിച്ച് UDFിലേക്ക് ചേക്കാറാൻ ശ്രമിച്ചപ്പോൾ LDFിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പിനകത്ത് നിന്ന് എതിർത്ത ആളാണ്. ജോസഫിന്റെ ഒറ്റ അനുയായിയായിരുന്നു PC ജോർജ്. ആ ഗ്രൂപ്പിനകത്ത് നിന്ന് എതിർത്ത ആളാണ് PC ജോർജ്. അങ്ങനെ ഇവർ PC ജോർജിനെ ആ മുന്നണിയിൽ നിന്ന് പുറത്താക്കുന്നു. അപ്പോഴും LDFിന്റെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPM സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPM P ജോസഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ PC ജോർജിനെയും ഘടകകക്ഷിയായിട്ട് ഉൾപ്പെടുത്തി. മറിച്ച് അതെന്താണെന്ന് പറഞ്ഞാൽ പൂഞ്ഞാറ്റിൽ LDFിന് ജയിക്കണമെങ്കിൽ PC ജോർജ് വേണം. അതുകൊണ്ട് തന്നെ PC ജോർജിനെ മറ്റൊരു ഘടകകക്ഷിയാക്കി PC ജോർജിനെ P ജോസഫിന്റെ പാർട്ടിയോടൊപ്പം LDFിൽ പിടിച്ചു നിർത്താനായിട്ട് CPM ശ്രമിച്ചു. പക്ഷേ VS അച്യുതാനന്ദനെ പിന്തുണച്ചതിന്റെ പേരിൽ LDF അധികാരത്തിൽ വന്നപ്പോൾ VS അച്യുതാനന്ദൻ അധികാരത്തിൽ വന്നപ്പോഴത്തേക്കിന് ഒരംഗ MLA-മാരുള്ള പാർട്ടികളുടെ ആൾക്കാരെല്ലാം മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കണമെന്നൊരു തീരുമാനം പിണറായി വിജയൻ നേതൃത്വത്തിൽ കൈക്കൊണ്ടു. അങ്ങനെയാണ്, അത് വേറൊന്നുമല്ല, VS അച്യുതാനന്ദനെ പിന്തുണച്ചതിന്റെ എതിർപ്പ്. അങ്ങനെയാണ് കോൺഗ്രസിന്റെ കടന്നപ്പള്ളി രാമചന്ദ്രനും PC ജോർജിനും മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കേണ്ടത് വന്നത്. ബാക്കി എല്ലാവരും ഒന്ന് മന്ത്രിയായി. അത് ഒരു അസ്വസ്ഥതയ്ക്ക് PC ജോർജിന് കാരണമായി. പിന്നീട് മാണിയുമായിട്ട് യോജിച്ചുകൊണ്ട് മാണി ഗ്രൂപ്പിൽ PC ജോർജ് ലയിക്കുന്നതാണ് കാണുന്നത്. PC ജോർജ് പുറത്തുപോയ സമയത്ത് കടന്നപ്പള്ളി രാമചന്ദ്രനെ മന്ത്രിയാക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം സഹിച്ചത് താൻ ആർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിന്നോ അവരാണ് PC ജോർജിനെ വഞ്ചിച്ചത്. LDF മുന്നണി വഞ്ചിച്ചു, VS അച്യുതാനന്ദൻ വഞ്ചിച്ചു. മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയെ ഏറ്റവും അധികം സഹായിച്ചത് മാണി സാർ LDFന്റെ പിന്തുണ കൊടുത്തും മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമം നടത്തിയായിരുന്നു. അതിനെ തടയിടാനും കൂടിയാണ് ഒരു MLA വരെ കൊണ്ടുവന്ന് ഭൂരിപക്ഷം ഉണ്ടാക്കാനായിട്ട് PC ജോർജ് ശ്രമിച്ചത്. അപ്പോൾ PC ജോർജ് ശ്രമിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കേരള കോൺഗ്രസിൽ നിന്ന് താൻ പുറത്തു പോയാലും കോൺഗ്രസ്സുകാർ സംരക്ഷിക്കും, നാളെ കോൺഗ്രസ് ലയിച്ചാൽ ഉമ്മൻചാണ്ടി പിന്തുണയ്ക്കുമെന്നാണ് കരുതിയത്. പക്ഷെ ഉമ്മൻചാണ്ടി അപ്പോഴും മാണിയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതാണ് പിന്നീട് സരിതയും സോളാറും ഒക്കെ ഉണ്ടാകാൻ കാരണം. ഇതൊക്കെ PC ജോർജിനകത്തൊക്കെ എത്രമാത്രം കൈകടത്തിയെന്നറിയത്തില്ല. അതിനൊന്നും നമ്മൾ ന്യായീകരിക്കുന്ന കാര്യമല്ല. പക്ഷെ PC ജോർജ് ആരെയൊക്കെ സപ്പോർട്ട് ചെയ്തു അവരൊക്കെ പിന്നീട് PC ജോർജിനെ വഞ്ചിച്ചു എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ഈരാറ്റുപേട്ട തന്നെ PC ജോർജിന്റെ ഇമേജിനെ തളർത്തിക്കളയാൻ ശ്രമിച്ച പലരും ഉണ്ട്. മുസ്ലിംസിന്റെ ഇടയിൽ അദ്ദേഹത്തിന് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. ആ PC ജോർജ് അവിടെ സ്വതന്ത്രമായിട്ട് നിന്ന് മത്സരിച്ചപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ചു. LDF സ്ഥാനാർത്ഥിയുടെ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നതാണ് കണ്ടത്. UDF സ്ഥാനാർത്ഥി അവിടെ 2-ാം സ്ഥാനത്തേക്ക്. പിന്നീട് വന്ന് BJPയിലേക്ക് പോയി, BJPയുടെ പിന്തുണയോട് വന്ന തെരഞ്ഞെടുപ്പിൽ പോലും BJP പിന്തുണ കൊടുത്തില്ല. ആ സമയത്ത് പോലും PC ജോർജ് 2-ാം സ്ഥാനത്തെത്തി. സുഭാഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുഭാഷൻ കൊടുത്തെങ്കിൽ അവിടെ ജയിക്കുന്നതാണ് കണ്ടത്. LDFന്റെ സ്ഥാനാർത്ഥി അവിടെ ജയിക്കുന്നതാണ് കണ്ടത്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് PC ജോർജ് ആരെയൊക്കെ വിശ്വസിച്ചോ അവരാണ് PC ജോർജിനെ വഞ്ചിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ കത്തനാരന്മാർ അച്ഛന്മാരുടെ കാര്യമൊക്കെ PC ജോർജ് ഇപ്പൊ വലിയ മുഴുപ്പി പറയുന്നുണ്ട്. മാണി സാർ ഉണ്ടായിരുന്നപ്പോൾ പൂഞ്ഞാറിൽ PC ജോർജ് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ പൂഞ്ഞാറിൽ എതിർ സ്ഥാനാർത്ഥിയായിട്ട് PC ജോർജിനെതിരെ മത്സരിച്ചത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു, ജോയി എബ്രഹാമിനെ പോലുള്ളവര്. അവരെയൊക്കെ ജയിപ്പിക്കാൻ വേണ്ടി അച്ഛന്മാരും ബിഷപ്പുമാരും ഒക്കെ പള്ളിയും അരമനയും ഒക്കെ കയറി ഇറങ്ങി നടക്കുന്ന നമ്മൾ കണ്ടതാണ്. PC ജോർജിനെ സഭയുടെ ആളായിട്ട് ഉൾക്കൊണ്ടിട്ടില്ലായിരുന്നു. പിന്നീട് PC ജോർജ് മാണി സാറിന്റെ മരണത്തോടു കൂടിയാണ് അല്പമെങ്കിലും ഒരു സമ്മതനായിട്ട് സഭയ്ക്ക് സ്വീകാരനായി മാറിയത്. ഫ്രാങ്കോ ബിഷപ്പിന്റെ കാര്യം തന്നെ, അപ്പോഴും ഫ്രാങ്കോ ബിഷപ്പിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് PC ജോർജ് എടുത്ത നിലപാടുകൾ പോലും നമ്മൾ കണ്ടതാണ്. ഈ വഞ്ചിച്ചവരെ പിന്തുണയ്ക്കാനാണ് PC ജോർജ് അവിടെ തീരുമാനമെടുത്തത്. അതിൻ്റെയൊക്കെ പരിണിതഫലമാണ് മുസ്ലിം സമുദായമായിട്ട് PC ജോർജ് കുറക്കാനും ഒക്കെ കാരണം. BJPയും ഒരു പരിധി വരെ PC ജോർജിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യപ്പെട്ടില്ല. PC ജോർജിനെ ഇട്ട് കളിപ്പിക്കാനാണ് നോക്കിയത്. PC ജോർജ് വിചാരിച്ചു BJP അവരെ PC ജോർജിനെ പിന്തുണയ്ക്കും, അവരുടെ പിന്തുണയും തന്റെ വ്യക്തിപരമായ കാര്യങ്ങളും എല്ലാം ആയി കഴിയുമ്പോഴത്തേക്കിന് തനിക്ക് പൂഞ്ഞാറ്റിൽ ഈസി ആയിട്ട് മുന്നോട്ട് പോകാമെന്നാണ് PC ജോർജ് കണ്ടത്. പക്ഷെ അത് ഒരിക്കലും BJP അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ല. PC ജോർജിനെ ഉപയോഗപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, PC ജോർജിന്റെ ഇമേജിനെ ഈരാറ്റുപേട്ടെ തളർത്തുകയാണ് ചെയ്തത്. കൂടാതെ മുസ്ലിം സമുദായത്തിന്റെ വലിയൊരു എതിർപ്പ് PC ജോർജ് പിടിച്ചു പറ്റുകയും ചെയ്തു. എക്കാലവും PC ജോർജിന്റെ സംരക്ഷകരായിരുന്ന മുസ്ലിം സമുദായമാണ് ഇപ്പോൾ PC ജോർജിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായി പൂഞ്ഞാറ്റിൽ മാത്രമല്ല കേരളം ഒട്ടാകെ മാറിയിരിക്കുന്നത്. ഇതൊക്കെ PC ജോർജിന് വന്ന വിനയാണ്. അപ്പം ഞാൻ പറയില്ല, ആരൊക്കെ PC ജോർജ് വിശ്വസിച്ചോ അവരൊക്കെയാണ് PC ജോർജിന്റെ അന്തകന്മാരായി ഭവിച്ചതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല, വികസനത്തിന്റെ കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മകന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലീസ് സ്റ്റേഷൻ അദ്ദേഹം നിർമ്മിച്ചതാണ്, മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹം നിർമ്മിച്ചതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവിടെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. വികസന പ്രവർത്തനങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ഞങ്ങളിപ്പോൾ ഈ പറയുമ്പോഴൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ വാക്കുകളോ അതൊന്നും അല്ല, അത് നമ്മളുടെ വിഷയമല്ല. ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ PC ജോർജ് എടുത്തിരിക്കുന്ന നിലപാടുകളെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. അദ്ദേഹം ആരെയൊക്കെ സഹായിച്ചു, അവരെല്ലാം അദ്ദേഹത്തിന് ചവിട്ടി മെതിക്കുന്ന അവസ്ഥകളാണ് കണ്ടത്. അതിനകത്തു നിന്നൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെട്ടാണ് പുള്ളി ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ കാലുവാരി LDFിന്റെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ച മാണി ഉമ്മൻചാണ്ടിയുടെ അടുത്ത ആളാവുകയും
അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് കൂടെ നിന്ന പി സി ജോർജിനെ പുറത്താക്കുകയും ചെയ്യുന്ന അവസ്ഥ അവിടെ കണ്ടു. ജോസഫിനെ മന്ത്രിയാക്കുന്ന രീതിയിലേക്ക് വന്നിട്ട് അത് മാണിയുമായിട്ട് ചേർന്ന് പിന്നെ ഇവർ രണ്ടുപേരും കൂടി ജോർജിനെ എതിർക്കുന്നത് നമ്മൾ കണ്ടു. നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ഈരാറ്റുപേട്ടക്കാരുമായിട്ട് ഈ ശത്രുത ഉണ്ടായതിന് പിന്നിലൊക്കെ ധാരാളം വ്യക്തികൾ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അടുത്ത കാലം വരെ എൻ്റെ അറിവിൽ, ഇപ്പോഴത്തെ എനിക്കറിയില്ല, അടുത്ത കാലം വരെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ മുസ്ലിം ആയിരുന്നു. അപ്പോൾ മുസ്ലിംസുമായിട്ടൊക്കെ അത്രമാത്രം ബന്ധം പുലർത്തിയിരുന്ന ആൾ എങ്ങനെ മുസ്ലിംസിൻ്റെ ഇത്ര പെട്ടെന്ന് ശത്രുവായി എന്ന് അത് ശരിയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ പിന്നിൽ ആരൊക്കെയോ ഒരു വലിയ കളി നടന്നിട്ടുണ്ട്. അദ്ദേഹം BJP-യിൽ എത്തിയപ്പോൾ BJP-ക്കാർക്ക് കഴിഞ്ഞ പ്രാവശ്യം പത്തനംതിട്ട അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിക്കും എന്ന രീതിയിൽ അദ്ദേഹം പോസ്റ്റർ വരെ അടിച്ചെല്ലാം റെഡിയായിരുന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ മാറ്റി ആന്റണിയുടെ മകനെ അവിടെ കൊണ്ടുവരികയായിരുന്നു. കാരണം അദ്ദേഹത്തിന് ആ സീറ്റ് കൊടുക്കാതിരിക്കാനായിട്ട് വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി ഇടപെട്ട് ആ സീറ്റ് കൊടുപ്പിക്കാതിരുന്നു. ഒക്കെ ഇങ്ങനെയൊക്കെ വഴങ്ങുമ്പോൾ കൂടെ വിശ്വസിച്ച് വന്ന ഒരു പി സി ജോർജിനെ ഈ BJP-ക്കാർ കാണാതെ പോകുന്നുണ്ട്. അദ്ദേഹത്തിന് അരമനയും ഒക്കെ ആയിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നപ്പോൾ അവരെയൊക്കെ BJP-ക്ക് ഉപയോഗപ്പെടുത്തുകയും അവരുടെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ മലയോര കർഷകരുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ മോദിയോടൊപ്പം ചർച്ച നടത്തി ആ കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്ന കാര്യത്തിലൊക്കെ BJP അമ്പെ പരാജയപ്പെട്ടു. കാരണം അദ്ദേഹം ഇത്രയും ദുർബലമായ ഒരു നേതൃത്വമാണ് BJP-ക്ക് കേരളത്തിലുള്ളതെന്ന് അദ്ദേഹം മനസ്സിലാക്കി കാണില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ പുള്ളി പറയുന്ന വാക്കുകൾക്ക് പച്ച മലയാളത്തിൽ പറയുന്ന വാക്കുകളാണ് അദ്ദേഹത്തിന് ആ സമയത്ത്. പക്ഷേ അടുത്ത ദിവസം തന്നെ അദ്ദേഹം മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇന്ത്യയെ സ്നേഹിക്കുന്ന ഏതെങ്കിലും മുസ്ലിമിന് അത് മനസ്സിന് വേദന ഉണ്ടായിട്ടില്ലെങ്കിൽ ക്ഷമിക്കണം, അങ്ങനെ ഒരു മാപ്പ് നടത്തിയെന്നാണ് പറയുന്നത്. രാജ്യത്തൊരു നിയമമുണ്ട്, ആ നിയമത്തിന് എല്ലാവരും വിധേയരാകേണ്ടതുണ്ട്. അങ്ങനെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷ അദ്ദേഹം അനുഭവിക്കണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് കാണുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിന്നും ഒഴിച്ചു മാറ്റി മൂലക്കിരുത്തേണ്ട ഒരാളാണ് എന്നുള്ള തോന്നൽ ഞങ്ങളുടെ ഈ ചർച്ചയിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതേപോലെ അദ്ദേഹത്തിന് ഭയങ്കര രസകരമായ ഒത്തിരി ചരിത്രങ്ങളുണ്ട്. അദ്ദേഹം ആദ്യമായി MLA ആയി എത്തുമ്പോൾ ഒരു സ്ത്രീയും കുട്ടിയുമായിട്ട് കുട്ടിയുടെ അച്ഛൻ പി സി ജോർജ് ആണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ നശിപ്പിക്കാനുള്ള ശ്രമം ആദ്യം തന്നെ തുടങ്ങിയതാണ്. അന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത് മാണിയുടെ മൂക്കും ചാക്കോയുടെ ചുണ്ടുമുള്ള ഈ കുട്ടിയുടെ അച്ഛൻ എങ്ങനെയാണ് ഞാനാകുന്നതെന്ന് ചോദിച്ച് അങ്ങനെ രസകരമായി അന്ന് തന്നെ ജനങ്ങളുടെ ശ്രദ്ധയിൽ അദ്ദേഹത്തിൻ്റെ നർമ്മമൊക്കെ ജനങ്ങൾ ആസ്വദിച്ച് വന്നതാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചെല്ലുന്ന ആൾക്കാരോട് അദ്ദേഹം പെരുമാറുന്ന രീതികളൊക്കെ ഏതൊരു രാഷ്ട്രീയ നേതാവും കണ്ടുപഠിക്കേണ്ട അത്രമാത്രം സ്നേഹത്തോട് അടുത്ത് വിളിച്ചാണ് ഓരോരുത്തരോടും സംസാരിക്കുന്നത്. ഓരോരുത്തരെയും മുഖം കണ്ട് പേര് വിളിച്ച് അടുത്തേക്ക് വിളിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല നേതാവാണ്. ഈരാറ്റുപേട്ടയിലെ ജനങ്ങളുമായി അദ്ദേഹത്തിന് എങ്ങനെയാണ് അകൽച്ച വന്നത് എന്നുള്ളത് മാത്രമാണ് ഇപ്പം പഠനവിധേയമാക്കേണ്ടത്. ഈരാറ്റുപേട്ടയിലെ വികസനം മാത്രമല്ല പി സി ജോർജിന്റെ പ്രത്യേകത, ജനകീയത തന്നെയാണ്. ഒരു കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിന് പ്രത്യേക നടപടി ഉണ്ടാകും എന്നുള്ള കാര്യമാണ് പി സി ജോർജിന്റെ ഏറ്റവും വലിയൊരു ഗുണം. പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നാണെങ്കിലും തന്റെ എന്ത് ന്യായം തോന്നുന്ന കാര്യത്തിൽ അദ്ദേഹം ആരുടെ കാര്യത്തിലും മുന്നിട്ടിറങ്ങും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കാര്യം. ഈരാറ്റുപേട്ട ജനങ്ങളെ മുഴുവനായിട്ടും അദ്ദേഹം വിരോധപ്പെട്ടു എന്നുള്ളതല്ല, അദ്ദേഹത്തിന് എക്കാലത്തെ വിശ്വസ്തരായിട്ടിരുന്ന മുസ്ലിം സമുദായത്തെ പിണക്കിപ്പിച്ചതിന്റെ പേരിൽ പി സി ജോർജ് മാത്രമാണോ എന്നും കൂടെ ചിന്തിക്കേണ്ടതാണ്. ആവശ്യമില്ലാത്ത ചെറിയൊരു കാര്യത്തെ വലിച്ചു നീട്ടി വലിയൊരു സംഭവമാക്കി ഊതിപ്പെരിപ്പിച്ചു. കാരണം പി സി ജോർജ് ഒറ്റയ്ക്ക് നിന്നാലും മുസ്ലിം സമുദായം ഉണ്ടെങ്കിൽ വിജയിക്കുമെന്നുള്ളൊരു കാഴ്ചപ്പാട് പി സി ജോർജിനും ഉണ്ടായിരുന്നു, മറ്റുള്ള രാഷ്ട്രീയക്കാർക്കും ഉണ്ടായിരുന്നു. ഇതിനെ തടയിടാൻ വേണ്ടി പലരും അവിടെ ശ്രമിച്ചു. അതിന്റെ ഒരു ഭാഗം കൂടിയാണ് ഈ മുസ്ലിങ്ങളുടെ ഇടയിലും പി സി ജോർജിന്റെ ഇടയിലും വന്ന ഭിന്നത. അതിൽ അവർ വിജയിക്കുകയും ഇദ്ദേഹം പരാജയപ്പെടുകയും. ആത്മാർത്ഥമായിട്ട് പി സി ജോർജിന് മുസ്ലിംസിനോട് ഒരു വിരോധം ഉണ്ടെന്നോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് പി സി ജോർജിന് ഒരു വിരോധം ഉണ്ടെന്നോ ഞാൻ കരുതുന്നില്ല. പിന്നെ NSSന്റെ പ്രതിനിധിയായിട്ട് താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല വന്ന കാര്യം നമുക്കറിയാം. രമേശ് ചെന്നിത്തല പിന്തുണയ്ക്കുന്ന നിലപാടും പി സി ജോർജ് എടുത്തിരുന്നു. അത് മറ്റൊന്നുകൊണ്ടല്ല, ഉമ്മൻചാണ്ടിയിൽ നിന്ന് തനിക്ക് അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാകാതിരുന്നുകൊണ്ട്. കാരണം ഉമ്മൻചാണ്ടി കെ എം മാണിയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. കെ എം മാണിയെ ബാർക്കോഴ വിഷയത്തിൽ പ്രതിപക്ഷം രംഗത്ത് വന്നപ്പോഴത്തേക്കിന് കെ എം മാണി ഏറ്റവും അധികം രൂക്ഷമായി പ്രതികരിച്ചത് പി സി ജോർജിനെതിരെയാണ്. പി സി ജോർജിന്റെ ഒരു ചെയ്തി ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് കെ എം മാണി വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ പി സി ജോർജിന് കൊടുത്തിരുന്ന ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് പോലും പി സി ജോർജിനെ മാറ്റുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നും മുന്നണിയിൽ നിന്നും പുറത്തായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു നിലപാടാണ് പിന്നീട് പി സി ജോർജ്. അതും ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് ഏറ്റവും ദോഷകരമായി ബാധിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പിന്നീട് സോളാർ വിഷയവും സരിതയൊക്കെ ഒത്തിപ്പൊങ്ങുന്നത്. പക്ഷേ ഇതിനകത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ബാർക്കോഴയുടെ കാര്യം എന്ന് പറഞ്ഞ പോലെ ഇതിനകത്തൊക്കെ പി സി ജോർജിന്റെ പ്രസക്തി എത്രമാത്രം ഉണ്ടെന്നൊന്നും വിലയിരുത്താൻ നമ്മളാളല്ല. അതൊക്കെ അതിൻ്റെതായ വഴിക്ക് പോകേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇതൊക്കെ പി സി ജോർജിന് പറ്റിയ മുറിവുകളിലൂടെ ഉണ്ടായ കാര്യങ്ങളാണെന്ന് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പി സി ജോർജിനെ ഇല്ലാതാക്കേണ്ടത് പലരുടെ ആവശ്യമായിരുന്നു. പൂഞ്ഞാട്ടിൽ പി സി ജോർജ് ആരുടെ പിന്തുണയില്ലെങ്കിലും പി സി ജോർജിന് നിൽക്കാൻ പറ്റുമെന്നൊരു അവസ്ഥ ഉണ്ട്. അതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് പി സി ജോർജിന്റെ ശത്രുക്കളുടെ വലിയൊരു ആവശ്യമായിരുന്നു. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെയും ഒക്കെ.
UDFിന്റെ ആൾക്കാർക്കും പ്രത്യേകിച്ച് കോൺഗ്രസിലെ ചില വിഭാഗത്തിലെ ആൾക്കാർക്കും PC ജോർജിനെ പിന്നാലെ ഇല്ലാതാക്കണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അതിന് ലീഗിന്റെ പിന്തുണയൊക്കെ നേടിയെടുക്കാൻ ചിലർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പരിണിത ഫലമാണ് PC ജോർജും ഈരാറ്റുപേട്ടയിൽ മുസ്ലിംസും തമ്മിലുള്ള ഒരു ബദ്ധ ശത്രുത ഇപ്പം നിലനിൽക്കുന്നത്. മുസ്ലിംസിനെ ബിഷപ്പുമാരെയും തമ്മിൽ പരസ്പരം തല്ലിക്കുന്ന ഒരു നിലപാട് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുക. PC ജോർജ് ഇപ്പം ബിഷപ്പുമാരുടെയും അച്ഛന്മാരുടെയും ഭാഗത്ത് നിൽക്കും തോറും അതും വീണ്ടും PC ജോർജിനുള്ള എതിർപ്പ് മുസ്ലിംസിന്റെ ഇടയിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ലവ് ജിഹാദ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് അച്ഛന്മാരും അരമനയൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഇതിനൊക്കെ PC ജോർജ് നിലപാടിനെ വിലയിരുത്തിയാകും ഇനി ഇവർ തമ്മിലുള്ള ധാരണ മുന്നോട്ട് പോവുക. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, PC ജോർജിനെ ആരൊക്കെ മൂരാറ്റുപോലെ എതിർത്തപ്പോഴും വലിയൊരു വിഭാഗം മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് PC ജോർജിനെ എക്കാലവും പിന്തുണച്ചത്. പ്രത്യേകിച്ച് PC ജോർജിന്റെ സ്വസമുദായമായ കത്തോലിക്ക സഭ പോലും കേരള കോൺഗ്രസ് KM മാണിക്കും പിന്തുണ കൊടുത്തപ്പോൾ PC ജോർജിനെ അന്ധമായി പിന്തുണച്ചവരാണ് മുസ്ലിംസ്. അവരോട് PC ജോർജ് രമ്യതപ്പെടേണ്ടത് ഈ കാലത്തിന്റെ ആവശ്യം തന്നെയാണ്. ഇപ്പം പലരും വിവാദ പ്രസ്ഥാനങ്ങളൊക്കെ നടത്താറുണ്ട്. PC ജോർജിന് മാത്രം ഇത്തരം ക്രൂശിക്കാനായിട്ട് ചിലർ താല്പര്യപ്പെടുക്കുന്നെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയപരമായ താല്പര്യങ്ങളാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് മുതലാക്കാൻ BJPക്ക് പറ്റണം. പ്രത്യേകിച്ച് ഇന്ന് BJPയുടെ ഒരാളായിട്ടാണ് PC ജോർജ് നിലകൊള്ളുന്നത്. അത് മുതലാക്കാൻ BJPക്ക് പറ്റിയില്ലെങ്കിൽ അത് BJPയുടെ അമ്പേ പരാജയമെന്ന് വിലയിരുത്തപ്പെടേണ്ടി വരും. അപ്പോൾ ആരെയൊക്കെ പുള്ളി സഹായിച്ചിട്ടുണ്ടോ ആ സഹായിച്ചവരിൽ നിന്നെല്ലാം അല്ലെങ്കിൽ ചവിട്ട് കിട്ടാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരാളായിരുന്നു PC ജോർജ് എന്ന് പറയേണ്ടി വരും. ഏതായാലും PC ജോർജിൻ്റെ എന്നെ സംബന്ധിച്ച് കോടതി എടുക്കുന്ന തീരുമാനങ്ങൾ അത് നടപ്പാക്കട്ടെ. PC ജോർജ് എന്ന രാഷ്ട്രീയക്കാരൻ, PC ജോർജ് എന്ന വ്യക്തി, അദ്ദേഹത്തിന് പച്ച മനുഷ്യനായിട്ടുള്ള ഒരു PC ജോർജിനെയാണ് ഞങ്ങളോട് പറഞ്ഞു വെച്ചത്. അതിനപ്പുറത്ത് ഞങ്ങൾക്ക് ഇതിനകത്തൊരു രാഷ്ട്രീയമില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചർച്ച അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വിഷയമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.